ഹലോ! എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എരുന്ത് കൊണ്ടൊരു താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഞാനിത് എരുന്ത് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ നമുക്ക് പൂഴിമണൽ കടിക്കട്ടോ. അപ്പോൾ പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത് താളിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് പിന്നെ ഉലുവ ഇട്ടു. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തക്കാളിയാണ്. അത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2-3 പച്ചമുളക് എടുത്തിരിക്കുന്നത്, അതൊന്ന് നടു കീറിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അതും ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പേസ്റ്റ് ഒന്നല്ല ആക്കിയത്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ചതച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതും നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അടി പിടിക്കും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് അടപ്പ് തുറന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള എരുന്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വാർത്തിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇടുന്ന സമയത്ത് തന്നെ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിലേക്ക് ഇങ്ങനെ വീഴുന്ന പോലെ കല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴുള്ള ഒരു സൗണ്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. അങ്ങനെ ഞാനത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മസാലയൊക്കെ മൊത്തത്തിലൊന്ന് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം അതിൽ തുറന്നപ്പോൾ വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതൊന്ന് നന്നാക്കി ഇളക്കി കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് അത് ഞാൻ അടുപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ മൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് വേവിക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ വേവിച്ചതിൻ്റെ ശേഷം ഇതേ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീണ്ടും തുറന്നിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇത്തളൊക്കെ വിടർന്നിട്ട് അതിൻ്റെ കാമ്പ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനതൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കരമായിട്ടൊരു പ്രത്യേകിച്ചുള്ളൊരു സ്മെല്ലായിരുന്നേ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റിന് ഒരു മാറ്റം ഉണ്ടായിരിക്കും. എന്നിട്ട് ഞാനത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കാമ്പ് ശരിക്ക് വേവായിട്ടില്ല എന്നുണ്ടെങ്കിൽ വയറുവേദന എടുക്കുന്നൊക്കെ പറയലുണ്ട് കേട്ടോ. ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇത് എപ്പോഴും വേവിക്കാറുണ്ട്. പിന്നെ ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതേ അടപ്പ് തുറന്ന് നോക്കിയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് ഫ്രഷ് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ പ്രത്യേകിച്ച് നമുക്ക് കറിയിൽ നിന്നും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളത് ഇതേ സെറ്റായിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ കറി ഇവിടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിനി തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് കൊടുക്കണം കേട്ടോ.